ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇനി ഫിൻടെക്കിനെ കുറിച്ച് പറയാൻ വേണ്ടി പോവാണ്. ഫിൻടെക് എന്താണെന്നും അതിൻ്റെ ഇമ്പാക്ട് ഫൈനാൻഷ്യൽ എൻവയോൺമെന്റിൽ ഈ ഫിൻടെക്കിന്റെ ഇമ്പാക്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫിൻടെക് എന്ന് പറയുമ്പോൾ എന്താണ് ഫിൻടെക് കൊണ്ട് ഉദ്ദേശിച്ചത്? ദീസ് ആർ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇൻ ഫൈനാൻഷ്യൽ സർവീസ്. നമ്മളിപ്പോൾ പറഞ്ഞ കുറേ ഫൈനാൻഷ്യൽ സർവീസ് ഇല്ലേ, ഇങ്ങനെയുള്ള സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിൽ എന്താണ് ഫണ്ട് വേണ്ട ആൾക്കാർക്ക് ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനീസിനും ഫണ്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, ബോണ്ട് ഇഷ്യൂ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ലോങ് ടേമിലേക്ക് ഇഷ്യൂ ചെയ്യാം, ഷോർട്ട് ടേമിലേക്ക് ഇഷ്യൂ ചെയ്യാം. ഇതൊക്കെ നടത്തി തരുന്നത് കുറെ ഇന്റർമീഡിയറീസ് ആണ്. അവരാണ് എന്ത് പറയുന്നത്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലുള്ള പല ആൾക്കാരാണ്. ഇതെല്ലാം കൂടെ എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയാ, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്, ഈ ഒരു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഫൈനാൻഷ്യൽ സർവീസസ് ഉണ്ടല്ലോ, ഈ ഫൈനാൻഷ്യൽ സർവീസസ്. ഓക്കെ, അപ്പൊ ഈ ഫൈനാൻഷ്യൽ സർവീസസിൽ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകൾ കൊണ്ടുവരികയാണ്. ഓക്കെ, ന്യൂ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് കൊണ്ടുവരികയാണ്. ആ ഒരു ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിൻടെക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഫിൻടെക് എന്നുള്ളത് നമുക്കൊന്നും കൂടെ ഡീപ്പായിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ ഒരുപാട്, ഇത് നമ്മുടെ മാർക്കറ്റ്സ്, നമ്മുടെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ, അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ, അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എഫക്ട് ചെയ്യും ഫിൻടെക് ത്രൂ. ഓക്കെ, അപ്പൊ ഫിൻടെക്കിൽ എന്തൊക്കെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്? ഫിൻടെക്കിൽ നമ്മൾ ടെക്നോളജി ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണ്? വി ആർ ഫോക്കസിങ് എന്താ, ഇവിടെ ഡാറ്റയുടെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡാറ്റ അനാലിറ്റിക്സ് അല്ലെങ്കിൽ ബിഗ് ഡാറ്റ എന്നൊക്കെ പറയുന്ന ടെക്നോളജി ഉണ്ട്. എത്ര വലിയ ഡാറ്റ, എത്ര വോളിയം ഓഫ് ഡാറ്റ, എത്ര വെറൈറ്റി ഓഫ് ഡാറ്റ, ഏത് രീതിയിൽ ഏത് സ്പീഡിൽ വന്നാലും അതിനെ പല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് പല പാറ്റേൺസ് ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഡാറ്റ അനാലിറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവാണ്. ഇപ്പോഴുള്ള എല്ലാ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഡാറ്റ അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ് ഡാറ്റ അനാലിറ്റിക്സ് ഫിൻടെക്കിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ഏരിയ ആണ്. പിന്നെ അടുത്താണ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഫൈനാൻഷ്യലി മാർക്കറ്റ്സിലുള്ള കസ്റ്റമേഴ്സ് ആണ്, കമ്പനീസ് ആണ്. അപ്പൊ അവർക്കുള്ള എക്സ്പീരിയൻസ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കണം. ഫ്രിക്ഷൻലെസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്മൂത്ത്, എല്ലാം ഭയങ്കര സിമ്പിൾ. ഒരുപാട് ആൾക്കാരെ ഇന്റർമീഡിയറീസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെയുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലുള്ള എല്ലാ ആൾക്കാരും ഒരുപാട് ഇന്റർമീഡിയറീസ് ഉണ്ട്. ഇന്റർമീഡിയറീസ് ആണ് ഇവരെ കണക്ട് ചെയ്യുന്നത്, ലെൻഡേഴ്സിനെയും ബോറോവേഴ്സിനെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഇന്റർമീഡിയറീസിനൊക്കെ ഒഴിവാക്കുക, സ്മൂത്ത് ആയിട്ട് നമുക്ക് ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുക, അതൊക്കെയാണ് ഇവരുടെ ഫോക്കസ് ഏരിയ. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ക്രിപ്റ്റോ കറൻസീസ് ലൈക്ക് ബിറ്റ്കോയിൻ ഒക്കെ ക്രിപ്റ്റോ കറൻസീസ് ആണ്. ക്രിപ്റ്റോ കറൻസീസ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ യൂസ് ഉണ്ടാക്കുക, ഇത് മെയിൻലി മീൻ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയും ഈ നമ്മുടെ ക്രിപ്റ്റോ കറൻസി ലൈക്ക് ബിറ്റ്കോയിൻ, ഇതേറിയം എന്നൊക്കെ പറയുന്ന ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. ഈ ക്രിപ്റ്റോ കറൻസീസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഈ ക്രിപ്റ്റോ കറൻസിയുടെ അണ്ടർലൈങ് ആയിട്ടൊരു ടെക്നോളജി ഉണ്ട്. ആ ബേസിക് ടെക്നോളജിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുക, ഇത് നമ്മുടെ ഫൈനാൻഷ്യൽ സർവീസിൽ നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു രീതി, ഒരു സിസ്റ്റം അത് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഫിൻടെക്കിന്റെ ഒരു മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഫിൻടെക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈ ഫിൻടെക്കിന്റെ ഇംപ്ലിക്കേഷൻ വരുന്നതിലൂടെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഫൈനാൻഷ്യൽ എൻവയോൺമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും മാറും, പലതും നല്ല രീതിയിൽ മാറും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ആ ഒരു ഇമ്പാക്ട്. ഇനി അത് ഇപ്പൊ വന്നു എന്നൊന്നല്ല, ഇനി വരാൻ പോകുന്ന ആൾ, ഇതൊക്കെ ഇനി അപ്കമിങ് ആയിട്ട് വരുന്ന ടെക്നോളജീസ് ആണ്. ഓക്കെ, അപ്പൊ ഫിൻടെക്കിന്റെ ഒരു മെയിൻ ഫീച്ചർ ആണ് ഇവരെന്ത്, ഫിൻടെക്കിന്റെ ഒരു മെയിൻ ഫീച്ചർ ആണ് ഫിൻടെക് ഫൈനാൻസിൽ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നതിലൂടെ ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ ഉണ്ടല്ലോ, ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ്, അവരുടെ ആവശ്യം അവരെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അവരെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ആവശ്യമേ ഇല്ലാത്ത രീതിയിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഏത് വന്നാൽ ഫിൻടെക് വന്നു കഴിഞ്ഞാൽ. ഒരു ഫിൻടെക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ നടക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പക്ക ഒഴിവാക്കുന്നില്ല, അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് കുറയും. ഒരുപാട് സെൽഫായിട്ട് ഇവിടെ പാർട്ടിസിപ്പൻസിന് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലേക്കുള്ള ഒരു ടെക്നോളജി ആയിരിക്കും ഇവിടെ ഇനി ഇൻട്രൊഡ്യൂസ് ആവാൻ പോകുന്നത് ബൈ യൂസിങ് ഫിൻടെക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്ക്, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ബാങ്കിന് എടുക്കുവാണെങ്കിൽ ബാങ്കിന്റെ എല്ലാ ഫംഗ്ഷനെയും ഫിൻടെക് എഫക്റ്റഡ് ആവുന്നുണ്ട്. എല്ലാ ഫംഗ്ഷനെയും ഫിൻടെക് എഫക്റ്റ് ആവുന്നുണ്ട്. ലൈക്ക് മെച്യൂരിറ്റി ട്രാൻസ്ഫർ, ബാങ്ക് നോർമലി ചെയ്യുന്ന ഒരു കാര്യമാണ് മെച്യൂരിറ്റി ട്രാൻസ്ഫർമേഷൻ. ഷോർട്ട് മെച്യൂരിറ്റി ഉള്ള ഫണ്ടൊക്കെ എടുത്തിട്ട് ലോങ് ടേമിലേക്ക് ലെൻഡ് ചെയ്യാൻ പറ്റുന്നത്.
ഇതാ ഈ ഷോർട്ട് ടേമിലേക്ക് എടുത്തിട്ട് ലോങ് ടേമിലേക്ക് ലെൻഡ് ചെയ്യുന്ന പറയുന്നത് അതിനെ എഫക്ട് ചെയ്യും. എങ്ങനെ എഫക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഭയങ്കരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കൊന്നും വേണ്ട, ഒരുപാട് അങ്ങനെ പഠിക്കൊന്നും വേണ്ട, അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ടുള്ള നോളജ് ഒന്നും വേണ്ട. ജസ്റ്റ് ബാങ്കിന്റെ പല ഫംഗ്ഷൻസിനെയും എഫക്ട് ചെയ്യും ഫിൻടെക് എന്നുള്ളത് മനസ്സിലാക്കും. മെച്യൂരിറ്റി ട്രാൻസ്ഫോർമേഷനെ അല്ലെങ്കിൽ ക്യാപിറ്റൽ അലോക്കേഷൻ, ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ക്യാപിറ്റൽ അലോക്കേഷൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഇൻഫർമേഷൻസ് ഒക്കെ പ്രോസസ് ചെയ്തിട്ട് ഷെയർ പ്രൈസ് ഒക്കെ അക്യുറേറ്റ് ആക്കി ആ ഷെയർ പ്രൈസിന്റെ പെർഫോമൻസ് ഒക്കെ ഷെയർ പ്രൈസിൽ ആ കമ്പനിയുടെ പെർഫോമൻസ് ഒക്കെ പ്രോപ്പറായിട്ട് റിഫ്ലക്ട് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് എത്ര നല്ല ഫെയർ ആയിട്ടുള്ള ഒരു ഷെയർ പ്രൈസിൽ ഇൻവെസ്റ്റേഴ്സിന് എല്ലാ ഷെയർസും കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഡിസേർവിംഗ് ആയിട്ടുള്ള കമ്പനീസിന് പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു അലോക്കേറ്റ് ഇഫിഷ്യൻസിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ ഈ ക്യാപിറ്റൽ അലോക്കേഷൻ എന്ന് പറയുന്നത് ഇത് ഈ ഫിൻടെക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പോലെ ആയിരിക്കില്ല, മാറും എന്നാണ് പറയുന്നത്. റോബോ അഡ്വൈസേഴ്സ് ഒക്കെ വരും. ഈ ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിനെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ AI, മെഷീൻ ലേണിംഗ്, ടെക് ത്രൂ പുതിയ ടെക്നോളജി ഒക്കെ ത്രൂ ഉള്ള റോബോ അഡ്വൈസേഴ്സ്, ഇൻവെസ്റ്റ് എവിടെ ചെയ്യണം എന്നൊക്കെ അഡ്വൈസ് തരുന്ന റോബോ അഡ്വൈസേഴ്സിന്റെ ഒക്കെ ഇംപ്ലിക്കേഷൻ ഒക്കെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അലോക്കേഷൻ ഒക്കെ ഇപ്പൊ പോകുന്ന രീതിയിലായിരിക്കില്ല, മാറും. ഇനി വരുന്ന പേയ്മെന്റ് സർവീസ് ഒക്കെ പുതിയ പുതിയ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ലൈക്ക് പേയ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും പല ഫോംസിൽ കൊടുക്കാനും ക്രിപ്റ്റോ കറൻസീസിന്റെ യൂസ് വരും. അങ്ങനെയൊക്കെ ആയിട്ട് പല രീതിയിൽ മാറും. പിന്നെ പറയുന്ന ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഉണ്ട്. ഒരു കമ്പനി ഞാൻ ലിസ്റ്റഡ് കമ്പനിയാണ്, എന്നെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്റെ ഷെയർ പ്രൈസിൽ പ്രോപ്പർ ആയിട്ട് റിഫ്ലക്ട് ആവുക എന്നൊക്കെ പറയുന്ന ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, പ്രൈസിങ് എഫിഷ്യൻസി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രൈസിംഗ് ഒക്കെ മാറും. അതൊക്കെ ഇവർ ത്രൂ ഒരുപാട് കമ്പനീനെ കുറിച്ചുള്ള ഒരുപാട് ഡാറ്റാസ്, കമ്പനീനെ കുറിച്ചിട്ട് പുറമേ നിന്നും അവിടെ നിന്നുള്ള ഒരുപാട് ഡാറ്റാസ് ഈ മെഷീൻ ലേണിംഗ് ഒക്കെ ത്രൂ ഇങ്ങനത്തെ സിസ്റ്റം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്ന ടെക്നോളജി ഒക്കെ ത്രൂ ഓട്ടോമാറ്റിക്കലി സിസ്റ്റംസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അതൊന്നും കൂടെ ഇപ്പൊ ചെയ്യുന്നതിനേക്കാൾ ഒരു വേറെ ലെവലിലേക്ക് ഉയർത്താനൊക്കെ പറ്റും. അപ്പൊ ഇവരൊക്കെ ഈ ഓരോ കാര്യങ്ങളിലും ഇതിന് ഇമ്പാക്ട് ഉണ്ട്, ഫിൻടെക്കിന് ഇമ്പാക്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അടുത്തൊന്നാണ് ഡിസ്ഇന്റർമീഡിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഫിൻടെക് വരുന്നതിലൂടെ ഇന്റർമീഡിയറീസിനെ എലിമിനേറ്റ് ചെയ്യും, അവരെ റെഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, അതാണ് ഡിസ്ഇന്റർമീഡിയേഷൻ എന്ന് പറയുന്നത്. ഡിസ്ഇന്റർമീഡിയേഷൻ എന്ന് പറയുന്നത് ഫിൻടെക് കാരണം എന്താണ് ഡിസ്ഇന്റർമീഡിയേഷൻസ് നടക്കാനുള്ള ഒരു ഇതുണ്ട്. അതെ, ഫിൻടെക് റെഡ്യൂസ് ദ നീഡ് ഫോർ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ്. ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിന്റെ ഒരു ആവശ്യമില്ലാത്ത രീതിയിലേക്കാണ് ഫിൻടെക് എല്ലാം കൊണ്ടെത്തിക്കാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് ബോറോവേഴ്സും ലെൻഡേഴ്സിനെയും മീറ്റ് ചെയ്യിക്കുന്ന, അവരെ കണക്ട് ചെയ്യിക്കുന്ന ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. എന്ത് ത്രൂ ഫിൻടെക് ത്രൂ. ഫിൻടെക്കിന് ഒരു മെയിൻ ഫീച്ചർ ആണ്, ഫിൻടെക് വന്നു കഴിഞ്ഞാലുള്ള ഒരു മെയിൻ ഇമ്പാക്ട് ആണ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഇതിനടുത്ത് ഇനി ഫിൻടെക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ്, ഫിൻടെക്കിന്റെ ഒരു എക്സാമ്പിൾ, ഒരു ഫിൻടെക് ത്രൂ എന്താണ് ഒരു റിയൽ ലൈഫ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇംപ്ലിക്കേഷൻ, ഫിൻടെക്കിന്റെ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് P2P ലെൻഡിങ്. ഇത് നമ്മൾ ഓൾറെഡി സോഴ്സ് ഓഫ് ഫൈനാൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. P2P ലെൻഡിങ്, പിയർ ടു പിയർ ലെൻഡിങ്, SMEസിന്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറയുമ്പോൾ ഒരാള് വേറൊരാൾക്ക് എന്ത് ചെയ്യുന്നു, കടം കൊടുക്കുന്നു. ഇതിനുള്ളിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ബാങ്കും കാര്യങ്ങളൊന്നും വരാതെ ഡയറക്ട്ലി ലെൻഡർ ബോറോവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ്. അപ്പൊ അത് ഇവിടെ എങ്ങനെയാണ് ഫിൻടെക് വരുന്നത് വെച്ചാൽ, നോർമലി ട്രഡീഷണലി എനിക്ക് അറിയുന്ന ഒരാൾക്ക് ഞാൻ കടം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബേസിക് കാര്യമാണ്. ബട്ട് എന്താ ഫിൻടെക്കിന്റെ ഇംപ്ലിക്കേഷൻ ത്രൂ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള പക്ക ഈ ബാങ്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇപ്പൊ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൊക്കെ ഒരു കാര്യം വരുന്നുണ്ട്. ഇപ്പൊ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഒക്കെ ഇംപ്ലിക്കേഷൻസ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, ബോറോവേഴ്സിനെയും ലെൻഡേഴ്സിനെയും ഡയറക്റ്റ് ഇന്റർമീഡിയറീസ് ഇല്ലാതെ കണക്ട് ചെയ്തിട്ട് ഈ സംഭവം ചെയ്യാനൊക്കെ പറ്റും. ബോറോവേഴ്സ് ഫണ്ട് വാങ്ങിക്കുന്ന, ലെൻഡേഴ്സ് പൈസ കൊടുക്കുന്നു ഉള്ള രീതിയിൽ. അപ്പൊ അത് നടക്കുന്നതിലൂടെ തന്നെയാണ് അത് നടക്കുന്നതിലൂടെ എന്തുണ്ടാവുന്ന പറഞ്ഞത്, ഇന്റർമീഡിയറീസിന്റെ ആവശ്യം ഉണ്ടാവില്ല, ഡിസ്ഇന്റർമീഡിയേഷൻ ഉണ്ടാവുന്ന പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ P2P ലെൻഡിങ്, ഡയറക്റ്റ് ലെൻഡിങ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. ഓക്കെ, ബിസിനസ് ബൈപ്പാസ് ചെയ്യുന്നത്. എന്തിനാ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള ബാങ്ക്സിനൊക്കെ ബൈപ്പാസ് ചെയ്തിട്ട് അവരൊന്നും ആവശ്യമില്ലാതെ എന്താണ് P2P ലെൻഡിങ് പറ്റും. ഓക്കെ, അപ്പൊ അവരുടെ കോസ്റ്റ് കുറയും. ഈ ഇന്റർമീഡിയറീസ് ഉണ്ട് ഒഴിവായി കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന കോസ്റ്റ് നല്ല രീതിയിൽ കുറയും. അവർക്ക് കൊടുക്കേണ്ട ആ ഒരു കോസ്റ്റ് ഇല്ലേ, അത് കുറയും. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് സെക്യൂരിറ്റി ടോക്കൺ ഓഫറിംഗ്, STOനെ കുറിച്ച് പറയാം. ഒരുപാട് ഡീപ്പായിട്ട് ഒന്നും പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് പറയാം എന്താണെന്നുള്ള കീവേഡ്സ് വെച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. STO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. സെക്യൂരിറ്റി ടോക്കൺ ഓഫറിംഗ് എന്ന് പറയുന്നത് അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി, ഏതാണ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. STO യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാണ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അവിടെ അവർ എന്താ കൊടുക്കുന്നത് വെച്ചാൽ ഡിജിറ്റൽ ടോക്കൺസ് ആണ് കൊടുക്കുന്നത്. അതിലൂടെ അവർ ട്രാൻസ്ഫർ ചെയ്ത് കളിക്കുന്നത്. STOസിലൂടെ ഉണ്ടാക്കുന്ന, STOന്റെ ഒരു മെയിൻ സംഭവമാണ് ഡിജിറ്റൽ ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഡിജിറ്റൽ ടോക്കൺസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തൊക്കെയാവാം. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ടോക്കൺസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിപ്റ്റോ കറൻസി ഒക്കെ
ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ആണ്. അതിൽ ക്രിപ്റ്റോ കറൻസിയിൽ വരുന്ന സമയത്ത് അവിടെ ക്രിപ്റ്റോസിൽ ഒരു ബിറ്റ് കോയിൻ, ഓക്കെ, ആ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനിലൊക്കെ ഈ ബിറ്റ് കോയിൻസ് ഒക്കെ എന്താണ്, ഒരു ബ്ലോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ബ്ലോക്കിന് റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കും, ഒരു ട്രാൻസാക്ഷനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, ബിറ്റ് കോയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊന്നും നമുക്ക് അറിയണ്ട. ജസ്റ്റ് അതിന്റെ അതേ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് ക്രിപ്റ്റോ കറൻസി. അതുപോലത്തെ വേറൊരു ആപ്ലിക്കേഷൻ ആണ് STO, സെക്യൂരിറ്റി ടോക്കൺ ഓഫറിംഗ്. ഇതിൽ അവിടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ എന്താണ്, ഡിജിറ്റൽ ആയിട്ടുള്ള ടോക്കൺസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ഡിജിറ്റൽ ടോക്കൺസ് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയോ? ദാറ്റ് ഈസ് റെപ്രസെന്റിങ് എയ്തർ ഓണർഷിപ്പ് ഓഫ് എ അസെറ്റ്, ഒരു അസെറ്റിന്റെ ഒരു ഷെയർ, അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പ് ഓഫ് എ ഷെയർ ഇൻ എൻ അസെറ്റ്, ഒരു അസെറ്റിന്റെ ഓണർഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ഡിജിറ്റൽ ടോക്കൺസ് ഉണ്ടാകും. ലൈക്ക് ഗോൾഡോ പ്രോപ്പർട്ടി അങ്ങനെ എന്നുള്ള എന്തെങ്കിലും അസെറ്റുകളുടെ ഓണർഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ടോക്കൺസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എക്കണോമിക് റൈറ്റ്സ് പറയുന്ന, എക്കണോമിക് റൈറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾ, ആ ഷെയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അസെറ്റ് മാത്രമല്ല. ഈ ഷെയർ, ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കമ്പനിയിൽ സ്റ്റേക്ക് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ആ കമ്പനിയുടെ പ്രോഫിറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം, ആ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ വേണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള റൈറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, എക്കണോമിക് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ഷെയർ ഓഫ് എ പ്രോഫിറ്റ് ഓർ റവന്യൂ, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂയുടെ ഒരു ഷെയർ കിട്ടുന്ന അങ്ങനത്തെ റൈറ്റ്സ് ആവാം. അപ്പൊ അങ്ങനെയുള്ള അസെറ്റുകളുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ എക്കണോമിക് റൈറ്റ്സ്, ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ടോക്കൺസ് ആണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ടോക്കൺസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫണ്ട് കൊടുക്കുന്നു. ആ ടോക്കൺ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ എനിക്ക് തരാനുള്ള എക്കണോമിക് റൈറ്റ് പറയുന്ന ഒരു ടോക്കൺ ആണ് എന്റെ കയ്യിലുണ്ടെങ്കിൽ, അതാണ് ആ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ എനിക്ക് തരാനുണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഡിജിറ്റൽ ടോക്കൺ ആണ് STO-ലുള്ള. ട്രഡീഷണലി എങ്ങനെയായിരുന്നു, പണ്ടൊക്കെ എനിക്കൊരു കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം കിട്ടണം, എനിക്ക് അതിന് എനിക്ക് അവകാശമുണ്ട് എന്ന് അറിയണമെങ്കിൽ ഞാൻ എന്റെ ഷെയർ ഹോൾഡർ ആവണമായിരുന്നു. ആ ഷെയർ ഹോൾഡർ ആകുമ്പോൾ ഞാൻ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്കൊരു ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടും, ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ ട്രഡീഷണലി എന്തായിരുന്നു, ഒരു കമ്പനിയുടെ ഷെയർ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു ഷെയർ സർട്ടിഫിക്കറ്റ്. അതൊക്കെ മാറ്റിയിട്ട്, പണ്ടത്തെ ആ ഫിസിക്കൽ ഡോക്യുമെന്റ് ഒക്കെ മാറ്റിയിട്ട് അത് എന്ത് റീപ്ലേസ് ചെയ്യണം, ഡിജിറ്റൽ ടോക്കൺസ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം. ഈ സെക്യൂരിറ്റി ടോക്കൺ എന്ന് പറയുന്നത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ്, അത് ഒരു ഫിസിക്കൽ കാര്യമില്ല. അപ്പൊ സെക്യൂരിറ്റി ടോക്കൺ ഓഫറിംഗ് എങ്ങനെയാണ്, അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, അതിനൊക്കെ ഒരുപാട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്നും നമുക്ക് പഠിക്കില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഫിൻടെക്കിനെ കുറിച്ചിട്ടും ദിസ് ഇസ് ദ ലാസ്റ്റ്, ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്നല്ല, ഈ ഒരു ടോപ്പിക് ഫൈനാൻഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഈ ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആകുവാണ്. ഓക്കെ.